നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കൊറോണ വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള വിമാനങ്ങൾക്ക് UAE ഏർപ്പെടുത്തിയ 10 ദിവസത്തെ യാത്രാ വിലക്ക് ഇന്നലെ അർദ്ധരാത്രിക്ക് ശേഷം നിലവിൽ വന്നു. വിലക്ക് മറികടക്കാൻ ഒട്ടേറെ വിമാന കമ്പനികൾ ഇന്നലെ സർവീസ് നേരത്തെയാക്കി. എയർ ഇന്ത്യ അറേബ്യ 3 സർവീസുകൾ അധികമായി നടത്തി. ചിലർ ഹൈദരാബാദ്, ഡൽഹി വഴിയുള്ള വിമാനങ്ങളെ ആശ്രയിച്ചു. 4 ഇരട്ടിയിലേറെ തുക നൽകിയാണ് അത്യാവശ്യക്കാർ സീറ്റ് ഉറപ്പാക്കിയത്. 1.25 ലക്ഷത്തോളം രൂപ വരെ ടിക്കറ്റിന് ചിലവിടേണ്ടി വന്നിട്ടുണ്ട്. ജോലി നഷ്ടപ്പെടുമെന്നുള്ള ആശങ്കയുള്ളവരും വിസ കാലാവധി തീരാൻ അധികം ദിവസങ്ങളില്ലാത്തവരുമാണ് പ്രധാനമായും ഇന്നലെ തിരികെ എത്തിയത്. അതേസമയം യാത്രാ വിലക്കിൽ ഇന്ത്യയിലേക്കും തിരിച്ചുള്ള ട്രാൻസിറ്റ് യാത്രക്കാർ ഉൾപ്പെടില്ലെന്ന് UAE അറിയിച്ചു. സ്വദേശി പൗരന്മാർ, നയതന്ത്ര ഉദ്യോഗസ്ഥർ, ഔദ്യോഗിക പ്രതിനിധികൾ, സ്വകാര്യ വിമാനങ്ങളിൽ എത്തുന്ന വ്യവസായികൾ, UAEയുടെ ഗോൾഡ് വിസയുള്ളവർ എന്നിവർക്ക് ഇളവുണ്ട്. ഇവർ UAE വിമാനത്താവളത്തിലെ പരിശോധനയ്ക്ക് പുറമെ 4-8 ദിവസങ്ങളിൽ PCR ടെസ്റ്റ് എടുക്കണം. കോവിഡ് രൂക്ഷമല്ലാത്ത രാജ്യങ്ങളിൽ 14 ദിവസം താമസിച്ച് യാത്രയുടെ 48 മണിക്കൂറിനകം എടുത്ത നെഗറ്റീവ് സർട്ടിഫിക്കറ്റുമായി ഇന്ത്യക്കാർക്ക് എത്താം. അതിനിടെ ഇന്ത്യയിൽ നിന്നുള്ള വിമാനങ്ങൾക്ക് കുവൈറ്റ് പൂർണ്ണ വിലക്ക് ഏർപ്പെടുത്തി. ആരോഗ്യ പ്രവർത്തകർ, ഗാർഹിക തൊഴിലാളികൾ, നയതന്ത്ര ഉദ്യോഗസ്ഥർ എന്നിവർക്ക് ഇതുവരെ ഇളവുണ്ടായിരുന്നു. ഇന്നലെ കുവൈറ്റിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള കുവൈറ്റ് എയർവേസിന്റെയും കൊച്ചിയിലേക്കുള്ള ജസീറ എയർവേസിന്റെയും പ്രത്യേക സർവീസുകൾ റദ്ദാക്കി. അതേസമയം വിലക്കില്ലാത്ത രാജ്യത്ത് 14 ദിവസം തങ്ങിയ ശേഷം കുവൈറ്റിൽ പ്രവേശിക്കാം. ഖത്തറിലേക്ക് പോകാൻ ഇന്നു മുതൽ കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധം. ഇന്ത്യയിൽ സർക്കാർ അംഗീകൃത കോവിഡ് പരിശോധന കേന്ദ്രങ്ങളിൽ നിന്ന് യാത്രയ്ക്ക് 72 മണിക്കൂറിനുള്ളിൽ നടത്തിയ നെഗറ്റീവ് പരിശോധനാ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. വാക്സിൻ സ്വീകരിച്ച് 14 ദിവസം കഴിഞ്ഞവരാണെങ്കിൽ ഖത്തറിലെത്തുമ്പോൾ ക്വാറന്റൈൻ ആവശ്യമില്ല. 6 മാസം വരെയാണ് ഇളവ്. 6 മാസത്തിനിടെ കോവിഡ് ബാധിച്ചവർക്കും ക്വാറന്റൈൻ ആവശ്യമില്ല. യാത്രാ വിലക്ക് നീക്കിയാലും ഇന്ത്യയിൽ നിന്നുള്ളവർക്ക് അബുദാബിയിൽ എത്തുന്നതിനുള്ള കടുത്ത നിയന്ത്രണം വരും. യാത്രാ നടപടികളിൽ ഇളവുള്ള രാജ്യങ്ങളുടെ ഗ്രീൻ പട്ടികയിൽ ഇന്ത്യ ഉൾപ്പെടാത്തതിനാലാണിത്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.